എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ എക്സ് പെണ്ണ് അവൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. കാരണം ലീയുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ കമ്മോഡിറ്റീസും അവൾ ഈസി ആയിട്ട് ഇപ്പൊ കൈക്കലാക്കി കഴിഞ്ഞു. ഒരുപാട് നേരത്തെ അവളുടെ കഷ്ടപ്പാട് അത് സിമ്പിളായി സക്സസ്ഫുൾ ആയി അവൾ കംപ്ലീറ്റ് ചെയ്തു. ആ ക്ലാര അവൾ എവിടെ പോയിട്ടുണ്ടാവും? അവളെ പിന്നെ കണ്ടിട്ടേ ഇല്ലല്ലോ. അവള് ഹീറോയുമായിട്ട് എവിടേക്ക് പോയിട്ടുണ്ടാവും എന്നൊക്കെ അവൾ ചിന്തിക്കും. കട്ട് ചെയ്ത ക്ലാര അവളാണെങ്കിൽ അവളുടെ സിബ് തുറന്ന് ഇപ്പൊ ഹീറോയെ ആ ബൊമ്മയ്ക്കകത്തേക്ക് വലിച്ചിടും. ഹീറോ ടെൻഷനായിട്ട് ചുറ്റും നോക്കും. അപ്പോഴായിരിക്കും ആ ബൊമ്മയ്ക്കകത്ത് അവനിപ്പോ ക്ലാരയെ കാണുക. ഒരുപാട് നാളായി അവളിപ്പോ ഹീറോയെ കണ്ടിട്ട്. അവൾ ഓടി വന്ന് ഹീറോയെ ഹഗ് ചെയ്ത് അങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. ഇനി നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. എത്രയോ നാളായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്. മാത്രമല്ല നിന്നോടൊന്ന് സംസാരിക്കാനും നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും ഇങ്ങനെയൊരു മുഹൂർത്തം അതെനിക്ക് വീണ് കിട്ടാനും ഞാൻ ഒരുപാട് കാലമായി വെയിറ്റ് ചെയ്യുന്നു. പക്ഷേ എനിക്ക് ഈ ഒരു അവസരം മുൻപൊന്നും കിട്ടിയിരുന്നില്ല. ഇപ്പൊ എനിക്ക് ഈ അവസരം കിട്ടി. സോ എന്റെ പവർ എന്താണെന്ന് നിനക്ക് കാണിച്ചു തരാൻ സമയമെന്ന് പറഞ്ഞ് അവൾ ഞൊടിയിടയിൽ ഹീറോയ്ക്ക് നേരെ അവളുടെ പവർ പ്രയോഗിക്കുകയാണ്. അടുത്ത നിമിഷം ഹീറോ കണ്ണടച്ച് തുറക്കും. അവനിപ്പോ ഉള്ളത് മറ്റേതോ ഒരു ഐലാൻഡിലാണ്. അവിടെയാണെങ്കിൽ ഒരുപാട് ടോയ്സ്, ചുറ്റും പൂക്കള്, മരങ്ങള്, ചിത്രശലഭങ്ങള്, തുമ്പികള്, അങ്ങനെ എല്ലാം. ഹീറോയ്ക്ക് എന്താ നടക്കണമെന്ന് മനസ്സിലാവാതെ അവനെ തന്നെ നോക്കും. ഹീറോ ആണെങ്കിൽ ഇപ്പോ കുഞ്ഞു ഹീറോ ആയിരിക്കുകയാണ്. അവന്റെ സൈസൊക്കെ ചെറുതായി അവൻ കുഞ്ഞിറുമയായി തീർന്നിരിക്കുകയാണ്. ക്ലാര പറയും, നീ ഇപ്പോൾ ഉള്ളത് എൻ്റെ ടോയ് വേൾഡിലാണ്. ആക്ച്വലി നമ്മുടെ ക്ലാരയ്ക്ക് അവൾക്ക് അവളുടെ ലൈൻ പവർ ഉപയോഗിച്ച് എന്ത് വേണമെങ്കിലും അവളുടെ പോക്കറ്റിൽ നിന്ന് എടുക്കാനായിട്ട് കഴിയും. അവളുടെ പവർ മനസ്സിലാക്കിയ ട്യൂട്ടർ അവളുടെ പോക്കറ്റിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട പുതിയൊരു ലോകം തന്നെ ക്രിയേറ്റ് ചെയ്യാൻ അവളെ പഠിപ്പിച്ചു. അങ്ങനെയാണ് അവളിപ്പോ ഈ ഒരു ടോയ് ഐലാൻഡ് അത് ക്രിയേറ്റ് ചെയ്തത്. അവളാണെങ്കിൽ ഇപ്പൊ ഹീറോയെ സമാധാനിപ്പിക്കും. നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതെന്റെ ടോയ് ഐലാൻഡ് ആണ്. നമുക്കിവിടെ ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ച് കഴിയാം. നിനക്ക് ആവശ്യമുള്ളത് എന്തും ഞാൻ നിനക്ക് തരാൻ തയ്യാറാണ്. ഹീറോ ആണെങ്കിൽ ടെൻഷൻ ആവും. നീ എന്താ ഈ പറയണേ? നമ്മളെല്ലാവരും ഇപ്പോൾ ഉള്ളതൊരു ടെസ്റ്റിലല്ലേ. സോ അതിലാണ് നമ്മളിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഈ സമയം എന്നെ കൊണ്ട് ഒരിക്കലും നിന്റെ കൂടെ ഈ ഒരു സ്ഥലത്ത് നിൽക്കാനായിട്ട് കഴിയില്ല. എനിക്ക് എത്രയും വേഗം തിരികെ പോയി ആ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യണം. അതിന് ക്ലാര പെണ്ണാണെങ്കിൽ ഹൈഡ് ആൻഡ് സിക്ക്, ഗണ്ണ്, അങ്ങനെ ഒരുപാട് ഗെയിം ഐറ്റംസ് ഹീറോയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഓൾറെഡി നമ്മുടെ ഹീറോ അവനവന്റെ കുട്ടിക്കാലത്തിലേക്ക് പോയി. കുഞ്ഞായതുകൊണ്ട് തന്നെ അവന്റെ മനസ്സിന് അതൊന്നും കണ്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. അവൻ ആ ഗണ്ണും ബാക്കിയുള്ള ടോയ്സ് ഒക്കെ എടുത്ത് ഇപ്പോ ക്ലാരയായിട്ട് കളിക്കാനായിട്ട് തുടങ്ങും. ഹീറോയ്ക്കാണെങ്കിൽ ചെറുപ്പത്തിൽ ഇതുപോലുള്ള ഗെയിം ആക്ടിവിറ്റിയോ ടോയ്സോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. വളരെ ചെറുപ്പം മുതലേ അവൻ കുടുംബത്തിന്റെ ഭാരം മുഴുവൻ തലയിലേറ്റി അധ്വാനിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അവനിപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടാവും. അവൻ എൻജോയ് ചെയ്ത് മഴവില്ലിൽ കൂടെയൊക്കെ കയറി ഓടിച്ചാടി അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ ടോയ്സ് എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ലാരയും കട്ടയ്ക്ക് അവന്റെ കൂടെ സന്തോഷിപ്പിച്ചും എന്റർടൈൻ ചെയ്യിപ്പിച്ചും എല്ലാ ഗെയിംസിലും അവനോടൊപ്പം കൂടും. പച്ചമുടി പെണ്ണ് ക്ലാരയാണെങ്കിൽ അവളുടെ ട്യൂട്ടർ പറഞ്ഞ എല്ലാം ഓർക്കും. നിങ്ങൾക്ക് ഈ പവർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ ഈസി ആയിട്ട് നിങ്ങളുടെ വലയിൽ വീഴ്ത്താം. അവൾക്ക് അവളുടെ ലൈഫിൽ ഇഷ്ടമുള്ള ഒരേ ഒരാളേ ഉള്ളൂ. അത് നമ്മുടെ ഹീറോ ആണ്. അവൾ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇപ്പൊ ഹീറോയെ അവളുടെ വരുതിയിലാക്കി കഴിഞ്ഞു. നമ്മുടെ പെണ്ണാണെങ്കിൽ ആദ്യം അവളുടെ ട്രെയിനിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആ പവർ ഉപയോഗിച്ചത് അവളുടെ ട്യൂട്ടറിന്റെ മേലെ തന്നെയാണ്. അതിനുശേഷം അതേ പവർ ഇപ്പൊ അവൾ ഹീറോയുടെ നേർക്കും ഉപയോഗിച്ച് കഴിഞ്ഞു. ഹീറോ സന്തോഷത്തിൽ തുള്ളിച്ചാടുന്നത് കണ്ട് അവളും ഹാപ്പിയാവും. ഹീറോയും ക്ലാര പെണ്ണും അവർ ഒരുപാട് നേരം ഗെയിംസ് ഒക്കെ കളിച്ച് തളർന്ന് വീണ് കിടക്കുകയാണ്. ഹീറോ അവളോട് പറയും, താങ്ക് യു വെരി മച്ച്. എനിക്ക് കുട്ടിക്കാലത്ത് എന്തൊക്കെ നഷ്ടപ്പെട്ടോ അത് മുഴുവൻ നീ ഇപ്പോൾ ഒറ്റയടിക്ക് എനിക്ക് തിരികെ തന്നു. എനിക്ക് ഇത്രയും വലിയ സന്തോഷം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. ഹീറോയുടെ സന്തോഷമൊക്കെ കാണുമ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമാവും. അവൾ അവനെ ഹഗ് ചെയ്ത് പറയും, ഇന്നല്ലെങ്കിൽ നാളെ നീ എൻ്റെ സ്നേഹം തിരിച്ചറിയും. അതിനി ഒരുപാട് കാത്തിരിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞ് അവൾ അങ്ങനെ ഹഗ് ചെയ്ത് അവനെ പതിയെ താഴെ കിടത്തും. ഹീറോയ്ക്കാണെങ്കിൽ ഇപ്പൊ അവൻ പതിയെ അൺകോൺഷ്യസ് ആവാൻ തുടങ്ങും. കറക്റ്റ് സമയത്ത് ഇപ്പൊ ആരോ ആ സിബ് ഓപ്പൺ ചെയ്യാണ്. അവർ രണ്ടുപേരും ഞെട്ടി എഴുന്നേക്കും. സിബ് ഓപ്പൺ ചെയ്തത് ആ എക്സ് പെണ്ണാണ്. അവൾ ചോദിക്കും, ഇത്രയും നേരവും നിങ്ങൾ ഇതിനകത്ത് ഗെയിമൊക്കെ കളിച്ച് എൻജോയ് ചെയ്യായിരുന്നോ? അതിനവർ അതേന്ന് പറഞ്ഞ് ഹീറോ ആണെങ്കിൽ പുറത്തേക്ക് നോക്കും. സമയം രാത്രിയായിരിക്കുകയാണ്. രാവിലെയാണ് പച്ചമുടി പെണ്ണ് ക്ലാര അവനെ പിടിച്ചോണ്ട് പോയത്. ഇത്രയും സമയം പോയത് അവൻ അറിഞ്ഞതേയില്ല. ഹീറോ ഷോക്കായിട്ട് ഇപ്പൊ പുറത്തേക്ക് ഓടി വരും. അവന്റെ ഫ്രണ്ട് ആണെങ്കിൽ തളർന്നൊരു ഭാഗത്ത് കിടക്കുകയാണ്. ഹീറോ ഓടി അവന്റെ അടുത്തേക്ക് വന്ന്, എന്തു പറ്റി, എന്താ ഉണ്ടായ? അതിനവൻ പറയും അവർ രണ്ടുപേരും നമ്മളെ പറ്റിച്ചു. നമ്മൾ കളക്ട് ചെയ്ത എല്ലാ പോയിന്റ്സും അവർ കൊണ്ടുപോയി. ഇവിടെ എക്സ് പെണ്ണും നമ്മുടെ ക്ലാരയും അവർ രണ്ടുപേരും നമ്മുടെ ആൾക്കാർ തിരിഞ്ഞു നോക്കി പറയും, താങ്ക് യു വെരി മച്ച്. നിങ്ങൾ ഇത്രയും മണ്ടന്മാരാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പോയിന്റ്സ് തന്നതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞ് അവർ കടന്നു പോകും. ആ ടീമിന്റെ കയ്യിൽ ഇപ്പോ 5400 പോയിന്റ്സ് ഉണ്ട്. നമ്മുടെ ആൾക്കാരുടെ കയ്യിൽ 0 പോയിന്റ്സ്.
അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ടീച്ചേഴ്സ് ആണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷനിലാണ്. അവരുടെ സ്റ്റുഡൻസിന്റെ കാര്യമൊക്കെ പറഞ്ഞ് പരസ്പരം തർക്കിക്കാനായിട്ട് തുടങ്ങും. കട്ട് ചെയ്ത നാട്ടില് ഒരേ ഒരു സ്റ്റുഡന്റ്, അവനാണെങ്കിൽ ഒരുപാട് നേരം അലഞ്ഞു നടന്ന് ഇപ്പൊ ബോധം കെട്ട് താഴേക്ക് വീഴും. അടുത്ത നിമിഷം ഒരു മോൺസ്റ്റർ വന്ന് അവനെ മുഴുവനായിട്ട് അബ്സോർവ് ചെയ്യാണ്. ആ ഒരു ബീസ്റ്റ് അത് വേട്ടയാടുന്നതും ഇര തേടുന്നതും അതിന്റെ ഒരു പ്രത്യേക സെൻസിങ് പവർ വെച്ചാണ്. ആരെ കിട്ടിയാലും അത് ഉടൻ തന്നെ അവറ്റകളെ അബ്സോർബ് ചെയ്തെടുക്കും. മറ്റൊരു ഭാഗത്ത് രണ്ട് കുട്ടികൾ അവർ നിലവിളിച്ചോടുകയാണ്. അവരുടെ തൊട്ടു പിന്നാലെ വേറെ രണ്ട് ബീസ്റ്റുകൾ. ആ ബീസ്റ്റുകളാണെങ്കിൽ ആരുടെയെങ്കിലും സ്മെല്ല് അത് കിട്ടി ആ സ്മെല്ല് അനുസരിച്ചാണ് ഒറ്റകളുടെ ഇരകളെ തേടി പോകുന്നതും ഇരകളെ പിടിച്ച് വിഴുങ്ങുന്നതും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ആ കാടിന്റെ വേറൊരു ഭാഗം കാണിക്കും. അവിടെയാണെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള മോൺസ്റ്റർ അവർ ഡീമൻസിന്റെ വോയിസ് അത് ഓരോ ഫ്രീക്വൻസിയിലും ഉപയോഗിച്ച് മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യും. അങ്ങനെ അട്രാക്ട് ചെയ്ത് ഇവിടേക്ക് വന്ന് രണ്ട് സ്റ്റുഡൻസിനെ അവർ സ്വാളോ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ആ കാട് മുഴുവൻ ഇതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് ബീസ്റ്റുകളും ടീച്ചറുകളും ഒക്കെ തന്നെ ഉണ്ട്. സ്റ്റുഡൻസുകളെല്ലാം ഓരോ മോൺസ്റ്ററുകളുടെ പിടിയിൽ പെടുകയാണെന്ന് മനസ്സിലാക്കിയ കാലിഗോ ആളാണെങ്കിൽ അവിടേക്ക് ഓടിയെത്തും. കാലിഗോ സെൻസായി സെക്കൻഡുകൾ കൊണ്ട് ആളുടെ പവർ റിലീസ് ചെയ്ത് ഒരുപാട് കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. മാത്രമല്ല ബീസ്റ്റുകളെല്ലാം നശിപ്പിക്കാൻ ആളുടെ പവർ ഇപ്പൊ അൺലിമിറ്റഡ് ആയി റിലീസ് ചെയ്യും. ദൂരത്തായിട്ടൊരു സ്റ്റുഡന്റിനെ ഒരു ബീസ്റ്റ് അങ്ങനെ ഓടിക്കുകയാണ്. അവൻ കാലിഗോ സെൻസായിയുടെ പേരൊക്കെ വിളിച്ച് ഓടി വരും. കാലിഗോ സെൻസായിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആളുടനെ ബാക്കി ടീച്ചേഴ്സിനെയും അവിടേക്ക് വിളിക്കും. ഒരുപാട് കുട്ടികൾ നിലവിളിക്കാൻ തുടങ്ങും. ഞങ്ങൾക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കണ്ട, ഞങ്ങൾ ക്വിറ്റ് ചെയ്യാണെന്ന് പറഞ്ഞ് അവർ കരയും. ടീച്ചേഴ്സിനാണെങ്കിൽ ഭയങ്കര അത്ഭുതം, ഈ സ്റ്റാർട്ടിംഗ് ടൈം തന്നെ ഇവരെ ക്വിറ്റ് ചെയ്യാണോ? അപ്പൊ വേറൊരു പയ്യൻ അവനാണെങ്കിൽ സ്വപ്നമൊക്കെ കണ്ട് കൂർക്കം വലിച്ചു കിടന്നുറങ്ങുകയാണ്. ഉടനെ ഒരു ടീച്ചർ അവനെ തട്ടി എഴുന്നേൽപ്പിക്കും. അവനോട് തിരിഞ്ഞു നോക്കാൻ പറയും. അവൻ തിരിഞ്ഞു നോക്കും. അവന്റെ തൊട്ടു പുറകില് വലിയൊരു ബീസ്റ്റ്. അതിനെ കണ്ട് അവൻ ഓടി മാസ്റ്ററിന്റെ പിന്നിൽ വന്ന് ഒളിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഓറസീസ് പേരുള്ള ഒരു പെൺകുട്ടി, അവൾ ഒരു സ്റ്റിക്ക് താഴെയിട്ട് ആ സ്റ്റിക്ക് അതേത് ദിശയിലേക്ക് വീണോ അവിടേക്ക് പോയി അന്വേഷിക്കാൻ അവളുടെ അസിസ്റ്റൻസിനോട് പറയും. അവളൊരു ലക്കി പെൺകുട്ടിയാണ്. അവൻ അൺലക്ക് ആയിട്ടുള്ള എല്ലാ ഫാക്ടറിനെയും അവന്റെ പവർ ഉപയോഗിച്ച് ലക്കാക്കി മാറ്റാൻ വേണ്ടി പറ്റും. ഇവിടെ കാലിഗോ സെൻസായി പറന്നു വന്ന് ആ കാടിനെ മൊത്തത്തിൽ നിരീക്ഷിക്കുകയാണ്. കാട്ടിൽ നിന്നാണെങ്കിൽ അത്യാഹിതമായിട്ടുള്ള സൗണ്ടും നിലവിളികളും കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ടെസ്റ്റ് ആരംഭിച്ച ഫസ്റ്റ് ഡേ തന്നെ ഇത്രയും പ്രോബ്ലം ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. അതേസമയം 4 പെൺകുട്ടികൾ അവരാണെങ്കിൽ വിശന്ന് വലഞ്ഞ് ഇപ്പൊ പതിയെ കാടിന് പുറത്തേക്ക് വരും. നമുക്ക് ഈ മത്സരം ക്വിറ്റ് ചെയ്യാം, എനിക്കിനി മുൻപോട്ടേക്ക് പോകാനാവില്ല എന്ന് ഇതിലൊരു പെൺകുട്ടി ഇപ്പൊ തീർത്ത് പറയും. അവരെന്തോ ഒരു ശബ്ദം കേട്ട് ഇപ്പൊ നൈസായിട്ട് പുറകിലേക്ക് നോക്കും. ഒരു മോൺസ്റ്റർ തവള അവരുടെ തൊട്ട് പിന്നില്. അവരവിടുന്ന് ചാടി ഓടി ദൂരത്തായിട്ട് ഒരു വെളിച്ചം കണ്ട ഭാഗത്തേക്ക് വരും. അവിടെയാണെങ്കിൽ വലിയൊരു കാസ്റ്റില്, ഈ കാടിന് നടുവില് ഇങ്ങനെ ഒരു കാസ്റ്റില് അതെങ്ങനെ ഉണ്ടായും ചിന്തിച്ച് അവർ അല്പനേരം അതിലേക്ക് തന്നെ നോക്കും. വേറെ വഴിയില്ലാതെ ആ ബീസ്റ്റിനെ പേടിച്ച് അവർ ആ കാസ്റ്റിനകത്തേക്ക് വരികയാണ്. അപ്പോഴാണെങ്കിൽ ചുരുണ്ട മുടിയും നല്ല നീണ്ട കണ്ണുകളൊക്കെ ആയിട്ട് ഒരു ചുന്ദര കുട്ടപ്പൻ അവരുടെ മുൻപിലേക്ക് വരും. നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ സ്ഥലത്തേക്ക് വരും ചോദിച്ച് അവൻ അവരോട് ദേഷ്യപ്പെടുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.